എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഹീറോയുടെയും ചപ്പർത്തലേന്റെയും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ചെറുപ്പത്തിൽ ചപ്പർത്തലേൻ അവൻ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. എല്ലാവരോടും ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിനും അവനൊരു ലീഡറായി എല്ലാവരുടെയും കൂടെ തന്നെ ഉണ്ടാവും. ഇതുകൊണ്ടൊക്കെ തന്നെ ഹീറോയ്ക്ക് അവനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴാണോ അവൻ ആ സൂപ്പർ പവർ കിട്ടിയത്, അതിനുശേഷം അവന്റെ സ്വഭാവം അതാകമാനം മോശമായി മാറാൻ തുടങ്ങി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ചപ്രത്തലേനാവട്ടെ ഹീറോയെ പിടിക്കാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചപ്രത്തലേന്റെ കൂടെയുള്ളവൻ അവനെ കോണ്ടാക്ട് ചെയ്യുമെങ്കിലും ചപ്രത്തലയൻ അവനോട് ദേഷ്യപ്പെട്ട് ആ ഒരു കോള് ഇപ്പൊ ഡിസ്കണക്ട് ചെയ്യും. എന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങള് വീണ്ടും ഹീറോയെ നോക്കി ഇപ്പൊ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു സൈഡില് ഇവരുടെ ബാറ്റിലെല്ലാം തന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഇപ്പൊ CCTV-യിലൂടെ ലൈവായിട്ട് കാണുകയാണ്. ഹീറോയുടെ കയ്യില് ഒരു ടേപ്പ് ഉണ്ട്. അതവൻ ഓപ്പണന്റ് ടീമിന്റെ ബോഡിയില് ഒട്ടിക്കുകയാണെങ്കില് അവർ ഈ ബാറ്റിൽ ജയിക്കും. ഇവിടെ ടൈം അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചപ്രത്തലയും വീണ്ടും ഇപ്പൊ വിട്ടുകൊടുക്കാതെ ഹീറോയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഹീറോയ്ക്ക് അവന്റെ മൂവ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് അറിയാം. അവൻ അവന്റെ നോർമൽ പവർ വെച്ച് അവന്റെ ഓരോ പഞ്ചും തട്ടി മാറ്റി അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹീറോയുടെ ടാറ്റിക്സ് അത് കാണുമ്പോ തന്നെ ഇപ്പൊ ചിരിക്കുട്ടന് മനസ്സിലാവും അവൻ ആ ഡയറിയിലുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചാണ് ഇപ്പൊ ഈ ഒരു ടാസ്കില് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോയ്ക്ക് മനസ്സിലാവും ഇനി അവന്റെ മുൻപിൽ നിന്ന അത് വലിയ അപകടമാണ്. ഹീറോ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവന്റെ ശ്രദ്ധ തിരിച്ച് ഇപ്പൊ അവിടുന്ന് ഓടി രക്ഷപ്പെടും. ചപ്രത്തലേൻ അവിടെ മുഴുവൻ അന്വേഷിക്കും. പക്ഷെ ഹീറോയുടെ ഒരു പൊടി പോലും ഉണ്ടാവില്ല. ഇസുക്കി എന്ന് പറഞ്ഞ് അവൻ അലറിക്കാറും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ഹീറോ ആവട്ടെ അവൻ ഊടുവഴിയൊക്കെ കയറി ഇപ്പൊ ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ചപ്രത്തലേന് കലി കയറി അവൻ ഓരോ ഭാഗവും തല്ലി തകർത്ത് ഹീറോയെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഹീറോയ്ക്ക് മനസ്സിലാവും അവന്റെ ലക്ഷ്യം അതെന്നെയാണ്. എന്നെ കയ്യിൽ കിട്ടിയ അവൻ തീർച്ചയായിട്ടും എന്നെ ചവിട്ടി കൂട്ടും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി കണ്ട് ഈ ഒരു ടാസ്കില് എനിക്ക് ജയിക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ ഹീറോയ്ക്ക് പിടികിട്ടും ഈ ഒരു മാച്ചില് താൻ വിൻ ചെയ്യണമെങ്കിൽ ഡോറയെ ഇറക്കി കളിക്കണം. കാരണം ചപ്രത്തലേൻ അവൻ ഹീറോയെ മാത്രമാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഗ്യാപ്പില് ഡോറയെ ആ ഒരു ബോംബുകൾ കണ്ടെത്താൻ ചപ്രത്തലേന്റെ കൂടെയുള്ള ലിഡയുടെ അടുത്തേക്ക് അയക്കണം. അവൾ അവനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോംബ് അത് കറക്റ്റായിട്ട് അടിച്ചു മാറ്റുകയാണെങ്കിൽ ഈ ഒരു ടാസ്കില് തീർച്ചയായിട്ടും എന്റെ ടീം തന്നെ ജയിക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഇതിപ്പോ അവന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കാരണം ഒരുപാട് തവണ ചപ്രത്തലേൻ ഹീറോയെ അടിച്ചു, അപമാനിച്ചു, ദ്രോഹിച്ചു. അതുപോലെ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ചപ്രത്തലേനാവട്ടെ അവനും ഇപ്പൊ ഹീറോയോട് ഒരുപാട് ദേഷ്യാണ്. ഇത്രയും നാൾ വായടച്ച് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്നവൻ ഇപ്പൊ തർക്കുത്തരമൊക്കെ പറഞ്ഞ് സ്റ്റാർ ആവാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല ചെറുപ്പത്തിൽ എപ്പോഴും ഹീറോയെ തോൽപ്പിച്ചതും അവനെ കളിയാക്കി ഓടിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചപ്രത്തലേൻ ആലോചിച്ചുകൊണ്ടിരിക്കും. ചപ്രത്തലേന്റെ കൂടെ അന്നു മുതൽക്ക് ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. പിന്നീട് അവന് സൂപ്പർ പവർ കിട്ടിയതിനു ശേഷം എല്ലാവരും അവനെ വലിയൊരു സംഭവമാക്കി പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. അതൊക്കെ കൊണ്ടാണ് അവന്റെ അഹങ്കാരവും ജാടയും ഒരുപാട് കൂടിയത്. പക്ഷെ അന്നും നമ്മുടെ ചെക്കൻ അവനോട് ഒരുപാട് സ്നേഹത്തില് അവന്റെ പിന്നാലെ തന്നെ നടന്നിരുന്നു. ദിവസങ്ങൾ പോകുന്തോറും കൂടെയുള്ള എല്ലാവർക്കും ഓരോരോ പവറുകളായിട്ട് കിട്ടും. പക്ഷെ ഹീറോയ്ക്ക് മാത്രം യാതൊരു പവറും കിട്ടില്ല. ഒടുവിൽ ഡോക്ടർ പറഞ്ഞ കാര്യം കൂടെ ആവുമ്പോ ഹീറോയുടെ നെഞ്ച് അത് തകർന്നു പോവും. കട്ട് ചെയ്ത അവരെല്ലാവരും ചേർന്ന് ഒരിക്കൽ സ്കൂളിലേക്ക് പോകുന്ന സമയം ചപ്രത്തലേനാവട്ടെ അവന്റെ കാല് തന്നെ ഇപ്പൊ പാലത്തിൽ നിന്ന് താഴെ വീഴും. അത് കണ്ട് എല്ലാവരും ഇപ്പൊ ചുറ്റും നിന്ന് കൈയടിക്കും. പക്ഷെ ഹീറോ മാത്രം വളരെ കഷ്ടപ്പെട്ട് താഴേക്കിറങ്ങി അവന് കൈപിടിച്ച് കയറ്റാൻ ശ്രമിക്കും. പക്ഷെ ചപ്രത്തലേന് അത് തീരെ ഇഷ്ടാവില്ല. നീ എന്നെ ഇൻസൾട്ട് ചെയ്യാണോ ചോദിച്ച് ഇപ്പൊ അവനാവട്ടെ ഹീറോയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് ഡോറയാവട്ടെ അവൾ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ് അവസാനം ആ ബോംബ് കണ്ടുപിടിക്കും. ബോംബിന്റെ തൊട്ടടുത്ത് ഇപ്പൊ ലിഡാ പയ്യൻ അവൻ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കാണ്. അപ്പൊ ലിഡാ പയ്യൻ അവൻ എന്തൊക്കെയോ പിച്ചും പേയും ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ട് നമ്മുടെ ചുന്ദരിപ്പെണ്ണ് ഡോറ അവൾ പൊട്ടിച്ചിരിക്കും. അവളുടെ പൊട്ടിച്ചിരി അത് കറക്റ്റായിട്ട് ഇപ്പൊ ലിഡാ പയ്യൻ കേൾക്കും. അവൻ അവളെ നോക്കി ചിരിച്ച് അവിടെ മുഴുവൻ ഇപ്പൊ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യും. അവൾ ഉടനെ ഇപ്പൊ ഹീറോയെ വിളിച്ച് ലിഡാ പയ്യൻ അവൻ എന്നെ കണ്ടുപിടിച്ചു, നീ എത്രയും പെട്ടെന്ന് ഈ ഫ്ലോറിലേക്ക് വരാൻ പറയും. നമ്മുടെ ഹീറോയും 5th ഫ്ലോറിന്റെ മറ്റൊരു ഭാഗത്തുണ്ടാവും. അവൻ ടൈം നോക്കും. ഇനി ഒട്ടും സമയമില്ല, എത്രയും പെട്ടെന്ന് ആ ബോംബ് കണ്ടെടുക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ എഴുന്നേക്കും. അപ്പൊ കറക്റ്റായിട്ട് ചപ്രത്തലേൻ അവനെ കണ്ടുപിടിക്കും. അവൻ ചോദിക്കും, നിനക്ക് പുതിയ സൂപ്പർ പവർ ഒക്കെ കിട്ടിയിട്ട് നീ എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല? നിന്റെ മുൻപില് ഞാനിപ്പോ അത്രയും കുറഞ്ഞവനായോ ചോദിച്ച് അവനാവട്ടെ
ഇപ്പൊ ഹീറോയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അതിന് ഹീറോ പറയും, നീ ഇപ്പൊ എന്റെ മുൻപില് വെറും 0 ആണ്. അത് കേട്ട് ചപ്രത്തലേന് കലി കയറി അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് അതങ്ങനെ തന്നെ ഇപ്പൊ ഹീറോയ്ക്ക് നേരെ ഓൺ ചെയ്തു വിടും. വലിയൊരു പൊട്ടിത്തെറിയില് ഇപ്പൊ ആ ഒരു സ്ഥലം തന്നെ അങ്ങനെ തകർന്ന് തരിപ്പണാവാണ്. അത് കണ്ട് കണ്ണാടി പയ്യൻ അവൻ ഒരുപാട് കലിപ്പില് ചപ്രത്തലയനോട് ഇപ്പൊ ദേഷ്യപ്പെടാൻ തുടങ്ങും. നീ കാരണമാണ് ഈ സ്ഥലം മുഴുവൻ ഇടിഞ്ഞ് ഒരുപാട് സാധനങ്ങള് ഇപ്പൊ എന്റെ ദേഹത്ത് വീണത്. അവരങ്ങനെ പരസ്പരം 1ന് 10 പറഞ്ഞ് 100 പറഞ്ഞ് വഴക്ക് കൂടാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഡോറ പെണ്ണ് ആ ഒരു ബോംബ് കാണുക. ഈ ഗ്യാപ്പില് ആ ബോംബിൽ തൊടാൻ കഴിഞ്ഞ അവക്ക് സ്മൂത്ത് ആയിട്ട് 0 ഗ്രാവിറ്റിയില് അത് തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അവള് ചാടി വന്ന് ആ ബോംബിനെ തൊടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഒരു കണ്ണാടിക്കാരൻ ലിഡാ പയ്യൻ അവൻ ചാടി വീണ് ബോംബ് തൂക്കിയെടുത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടും. നമ്മളുടെ പെങ്കൊച്ച് നേരെ പോയി അവിടെ ചുമരിൽ തലയിടിച്ച് ഇപ്പൊ താഴെ വീഴും. കട്ട് ചെയ്താ ഇവിടെ ചപ്രത്തലയൻ ഹീറോയെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ പവർ പുറത്തെടുക്ക്, എന്നെ അടിക്ക്. ആക്ച്വലി അവന് ഹീറോയുടെ പവർ അതെന്താണെന്ന് അറിയാനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പൊ ഹീറോ നൈസായിട്ട് ഇപ്പൊ ഡോറയെ വിളിക്കും. ഡോറ, അവിടെ എന്തായി കാര്യങ്ങള്, നീ ഓക്കെ ആണോ ചോദിക്കുമ്പോ അതിന് ചപ്രത്തലേന് കലി കയറി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോ എന്നെ മൈൻഡ് ചെയ്യാതെ വേറെ ആളോട് സംസാരിക്കും. നിനക്ക് കുറച്ചെങ്കിലും മര്യാദ എനിക്ക് തന്നൂടെ? ഇവിടെ ഹീറോയ്ക്കും അതുപോലെ തന്നെ ചിരിക്കുട്ടനും മനസ്സിലാവും ചപ്രത്തലേൻ ആ ഒരു ബോംബ് വെച്ച് ഹീറോയെ കൊന്നുകളയുമെന്ന്. അപ്പൊ ചിരിക്കുട്ടനാവട്ടെ ഒരു അനൗൺസ്മെന്റ് കൊടുക്കും. ഇനിയും ആ ബോംബ് വെച്ച് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടീം അത് തോറ്റതായിട്ട് പ്രഖ്യാപിക്കും. പക്ഷെ ചപ്രത്തലയും വിടില്ല. അവൻ ആ ബോംബ് യൂസ് ചെയ്യാതെ ഹീറോ ഇടിക്കാൻ തുടങ്ങും. ചാടി വീണും വെട്ടിത്തിരിഞ്ഞും കറങ്ങി വീണും അവനെ തല്ലി തല്ലി ഇപ്പൊ കൊന്നോണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഷോക്കായിട്ട് ഇപ്പൊ എല്ലാവരും ആ ഫൈറ്റ് തന്നെ നോക്കി നിൽക്കും. പക്ഷെ ഹീറോ അവൻ സർവ്വശക്തി എടുത്ത് ഇപ്പൊ ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. അങ്ങനെ ഓടി ഓടി അവനൊരു പില്ലറിന് മുൻപില് അങ്ങനെ നിൽക്കുകയാണ്. ചപ്രത്തലേനാണെങ്കില് ഇപ്പൊ ദേഷ്യം കൂടി വരും. കാരണം അവന് സൂപ്പർ പവർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവനത് പുറത്തെടുക്കുന്നില്ല? ഞാനെന്താ അത്രയ്ക്ക് മോശമാണോ? ചെറുപ്പം മുതലേ എന്നെ താഴ്ത്തിക്കെട്ടാനാണ് നീ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും ചപ്രത്തലേൻ ഇപ്പൊ ഹീറോയെ മുരച്ച് മുരച്ച് നോക്കും. അതിന് ഹീറോ പറയും, ഡാ മണ്ട, ഞാൻ നിന്നെയാണ് ചെറുപ്പം മുതലേ സ്ട്രോങ് ആയ ഒരാളായി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് നിന്നെ ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോ ഓടി വരും. അപ്പൊ ചപ്രത്തലേനാവട്ടെ അവനും ഹീറോയെ നോക്കി ഓടി വന്ന് ഇപ്പൊ 2 ടീമും വമ്പൻ അടി ഇടി ബഹളം. ഹീറോ വിളിച്ചു പറയും, ഡോറ, നീ ആ പില്ലറില് പിടിച്ചു നിക്ക്. ഹീറോ അവന്റെ ഫുൾ പവർ എടുത്ത് മുകളിലൊരൊറ്റ ഇടി. അപ്പ അവന്റെ പവർ അതിപ്പോ മുകളിലേക്ക് പോവും. ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുമ്പോ ഇപ്പൊ ഡോറ ആവട്ടെ അവൾ ഒരു തൂണിൽ പിടിച്ചു നിന്ന് ആ ഒരു ബോംബ് അതിപ്പോ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. അതിന് ചപ്രത്തലയും പറയും, നിനക്ക് ഇത്രയും പവർ ഉള്ളതിന്റെ അഹങ്കാരമാണല്ലേ? അതിന് ഹീറോ പറയും, എന്നെ കൊണ്ട് ഈ ഒരു പവർ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നീ ഇനിയെങ്കിലും അതൊന്നും മനസ്സിലാക്ക്. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ ടൈം അപ്പ് ആവും. നമ്മുടെ ഹീറോയുടെ ടീം ജയിച്ചു എന്ന് ഇപ്പൊ അനൗൺസ്മെന്റ് വരും. അത് കേട്ട് ഷോക്കായി ഇപ്പൊ ചപ്രത്തലയിൽ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.